ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പുകാല ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അല്പസമയം ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്നുള്ളത് കരുണയാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. ദൈവിക കരുണ ലഭ്യമാകുന്നതിനുള്ള ഒരു മാനദണ്ഡമായി യേശു ഇവിടെ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് കരുണയുള്ളവർ ആയിരിക്കുക എന്നുള്ളതാണ്. നിരന്തരമായ പ്രാർത്ഥനയും വചനധ്യാനവും ഒക്കെ ജീവിതത്തിലുണ്ടെങ്കിലും ദൈവകൃപ ആസ്വദിക്കാൻ കഴിയാത്തവരാണോ നിങ്ങൾ? എങ്കിൽ ഈ നോമ്പുകാലം ഒരു സ്വയപരിശോധനയുടെ കാലം കൂടെയാണ്. നമ്മുടെ മുന്നിൽ കരുണ ആഗ്രഹിച്ചു വന്നിട്ട് നിരാശരായി മടങ്ങിപ്പോയ ഏതെങ്കിലും മുഖങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ടോ? എങ്കിൽ അവയെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കേണ്ട സമയമാണ് ഈ നോമ്പുകാലം. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നുവെന്ന് യേശു മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ പരീശന്മാരെ നോക്കി പറയുന്നതായി നമുക്ക് കാണാം. ദൈവസന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഏതൊരു യാഗത്തെക്കാളും ദൈവം പ്രസാദിക്കുന്നത് നമ്മുടെ കരുണ പ്രവൃത്തികളിലാണ്. കുരുടനായ മനുഷ്യനും യേശുവോട് നിലവിളിച്ചത്, യേശുവെ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്നാണ്. യേശുവിനെ സമീപിച്ച എല്ലാവരോടും കരുണ കാണിപ്പാൻ യേശുവിന് കഴിഞ്ഞു. ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരോട് കരുണ കാണിപ്പാൻ നമ്മയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.